തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. ബാങ്കോക്കിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നും 3.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത്. ബാങ്കോക്കിൽ നിന്ന് എത്തിയ യാത്രക്കാരിൽ നിന്നാണ് 3.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലഗേജിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 3.63 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് കർണാടക സ്വദേശിയാണ് പിടികൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കർണാടകയിലെ ബെല്ലാരി സ്വദേശി സുമൻ ജട്ടർ എന്ന് പറയുന്ന ആളിനെയാണ് കസ്റ്റംസ് പ്രിവന്റീവ് യൂണിറ്റിന്റെ എയർ ഇന്റലിജൻസ് യൂണിറ്റ് പിടികൂടിയത്. ഇയാളുടെ ലഗേജിൽ നിന്ന് ഏകദേശം അതേ തൂക്കം വരുന്ന 3.63 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇയാൾ ബെല്ലാരിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളാണ് എന്നുള്ളതാണ് ഈ കണ്ടെത്തിയ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഈ മാസം 15-ന് ഇയാൾ ബംഗളൂരു വിമാനത്താവളം വഴിയായിരുന്നു ബാങ്കോക്കിലേക്ക് പോയത്. തിരിച്ച് അവിടെ നിന്ന് ഇന്നിപ്പോൾ പുലർച്ചെ 1:30 മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഇയാളെ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതും ഇയാളുടെ കയ്യിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബാഗിൽ രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പൊതികൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ വിശദമായിട്ട് ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് കൊച്ചി കമ്മീഷണറേറ്റ് ഓഫ് കസ്റ്റംസ് പ്രിവന്റീവ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശരി, ബാങ്കോക്കിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നും 3.5 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. പ്രതികളെ തുടർ നടപടികൾക്കായി ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്.